നമസ്കാരം. കഴിഞ്ഞ കുറേ നാളുകളായി എറണാകുളം ജില്ല കോൺഗ്രസിന് എന്നും വളക്കൂറുള്ള മണ്ണാണ്. കഴിഞ്ഞ എത്രയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ CPM-ന് തുച്ഛം ഒരു സീറ്റോ രണ്ട് സീറ്റോ ഒക്കെ മാത്രം കിട്ടുന്ന ജില്ലയാണ് എറണാകുളം ജില്ല. ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് സിറ്റിംഗ് സീറ്റിൽ തന്നെ പലർക്കും ആ സീറ്റ് കിട്ടുമോ അല്ലെങ്കിൽ അവർ തന്നെ തുടർന്ന് മത്സരിക്കുമോ എന്നുള്ള കാര്യം ഒക്കെ വളരെയധികം സംശയമുണ്ടാകുന്ന സ്ഥിതിയാണുള്ളത്. അത്തരത്തിൽ കേൾക്കുന്ന സീറ്റുകളിൽ ഒന്നാണ് തൃക്കാക്കര. ഉമാ തോമസ് ആണ് ഇപ്പോൾ MLA. ഉമാ തോമസ് മരണപ്പെട്ടു പോയ PT തോമസ് എന്ന നേതാവിന്റെ ഭാര്യയാണ്. PT തോമസ് കോൺഗ്രസിനകത്തെ ഏറ്റവും മാന്യനായ, ശരിക്കും ഒരു യോദ്ധാവാണ്. അഴിമതിക്കെതിരെ ഒക്കെ പോരാടുന്ന ഒരു മികച്ച വ്യക്തിത്വമുള്ള വ്യക്തിയാണ് PT തോമസ്. ഉമ്മൻചാണ്ടി അതായത് ആന്റണി പക്ഷക്കാരനാണ്. PT തോമസിനെ സാധാരണ കോൺഗ്രസ് നേതാക്കളുടെ പട്ടികയിൽ ഒരിക്കലും പെടുത്താൻ കഴിയില്ല. കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ്. വെറുതെ സഭാ നേതാക്കളുടെ ഇഷ്ടപാത്രം ഒന്നും അല്ല. നമുക്കത് ഓർമ്മയുണ്ട്. ഇടുക്കിയിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥി ആക്കിയപ്പോൾ സഭ അദ്ദേഹത്തിനെ അധിക്ഷേപിച്ചത് ഒക്കെ. അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസ്, അവർ മറ്റൊരു കമ്മ്യൂണിറ്റിയിലെ, ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ ആളാണ്. ഉമാ തോമസ് അദ്ദേഹത്തിന് വിവാഹം കഴിച്ച ശേഷമാണ് ഉമാ തോമസ് എന്ന പേര് തന്നെ വരുന്നത്. ഒരുമിച്ച് മഹാരാജ് കോളേജിൽ പഠിച്ചവരാണ്. വളരെ പ്രണയ വിവാഹമായിരുന്നു. ഉമാ തോമസ് അവരുടെ വിശ്വാസങ്ങളിലേക്ക് വിട്ടുകൊണ്ടും PT തോമസ് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ഊന്നിയാണ് ജീവിച്ചിരുന്നത്. ഇത് ഒരല്പം ചരിത്രം മാത്രം. ഇപ്പോൾ നാം പറയാനുള്ളത്, ഉമാ തോമസിന് തൃക്കാക്കര സീറ്റ് കൊടുക്കണോ വേണ്ടയോ എന്ന ഒരു ചെറിയൊരു സംശയത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ഉമാ തോമസിന് ഇപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ എറണാകുളത്ത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അവിടെ നിന്നും സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്നും വളരെ ഉയരത്തിൽ നിന്നും വീണ് അവർക്ക് വളരെ ഇച്ചിരി കടുപ്പമേറിയ ഒരു അപകടമുണ്ടായി. വളരെ ശരീരത്തിനൊക്കെ വളരെ മുറിവുകൾ ഒത്തിരി ഉണ്ടാകുന്നു. അങ്ങനെ വളരെ വലിയൊരു അപകടത്തിൽ നിന്ന് ഉമാ തോമസ് കഷ്ടിച്ച് ആണ് രക്ഷപ്പെട്ടത്. അങ്ങനെ ഉമാ തോമസിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഉമാ തോമസിനെ ഇനി സ്ഥാനാർത്ഥിയായി നിർത്തേണ്ട കാര്യമുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തെരഞ്ഞെടുപ്പിന് കുറച്ച് ഓടി നടന്ന് പണിയെടുക്കേണ്ടി വരും, കുറച്ച് വൈബ്രന്റായി പണിയെടുക്കേണ്ടി വരും. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ UDF-ന് വളരെ പ്രതീക്ഷയുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഉമാ തോമസ് വീണ്ടും അവരെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഉമാ തോമസിന് മണ്ഡലത്തിൽ ഉടനീളം ഓടി എത്താൻ കഴിയുമോ എന്നൊരു അങ്കലാപ്പ് കോൺഗ്രസിനകത്തുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ കുറെ നാളുകളായി തൃക്കാക്കര മണ്ഡലത്തിൽ വികസനത്തിന്റെ മുരടിപ്പ് ഉണ്ടോ എന്ന സംശയവും നാട്ടുകാർക്കിടയിലുണ്ട്. എന്നാൽ കോൺഗ്രസിന് ഏറ്റവും ഉറപ്പായി കിട്ടുന്ന ഒരു സീറ്റാണ് തൃക്കാക്കര. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസ് മത്സരിക്കുമ്പോൾ തന്നെ LDF മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ തൃക്കാക്കരയിൽ സ്റ്റേ ചെയ്താണ് ഇലക്ഷന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. ജോ ജോസഫ് എന്ന സമുദായ, അതായത് പള്ളിക്കാർക്കൊക്കെ വേണ്ടപ്പെട്ട സമുദായ നേതാക്കൾക്ക് താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയത്. മന്ത്രിമാരുൾപ്പെടെ CPM-ന്റെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ തമ്പടിച്ച് തൃക്കാക്കരയിൽ പണിയെടുത്തെങ്കിലും ജോ ജോസഫ് തോൽക്കുകയായിരുന്നു. PT തോമസിന്റെ വിധവയായ ഉമാ തോമസിനെ നാട്ടുകാർ ജയിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉമാ തോമസിനെ വീണ്ടും നിർത്തണോ വേണ്ടയോ എന്ന ഒരു സംശയത്തിലാണ്. കാരണം അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. തൃക്കാക്കര മണ്ഡലം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ 2011 തൃപ്പൂണിത്തുറയിൽ നിന്ന് മാറി ഉള്ള ഒരു മണ്ഡലമാണ് തൃക്കാക്കരയിലാണ് ഇൻഫോ പാർക്കൊക്കെ ഉള്ളത്. തുടക്കത്തിൽ ഈ പറയുന്ന രീതിയിൽ ഇവിടെ തൃപ്പൂണിത്തുറയിൽ നിന്ന് തൃക്കാക്കര ഉണ്ടാകുമ്പോൾ ബെന്നി ബെഹനാനാണ് ഈ നിയോജക മണ്ഡലം വരുന്നതിന്റെ തന്നെ കാരണക്കാരൻ. ഏതായാലും തൃക്കാക്കര നഗരത്തിന്റെ ഹൃദയഭാഗത്താണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഉമാ തോമസ് മത്സരിക്കുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ മറ്റ് ആരാകും ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന ഒരു അവരങ്ങനെ ആരെ നിർത്തണം എന്നിങ്ങനെ തിരയുന്നുണ്ട്. അതിൽ തിരയുന്നതിൽ ആദ്യം കേൾക്കുന്ന പേര് സൗമിനി ജയിന്റേതാണ്. പിന്നീട് പാർട്ടിയിൽ നിന്നുള്ള പണിഷ്മെന്റിന്റെ ഭാഗമായി പുറത്താക്കപ്പെട്ട സിമി റോസ്ബെല്ലിന്റെ പേരും കേൾക്കുന്നുണ്ട്. ഇങ്ങനെ സൗമിനി ജയനാണ് ഉമാ തോമസ് അല്ല മത്സരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സാധ്യത കൂടുതൽ എന്നാണ് പറയപ്പെടുന്നത്.
CPM-നെ സംബന്ധിച്ച് തൃക്കാക്കരയിലെ വികസനം ഇപ്പോൾ മുരടിപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM-ന് എപ്പോൾ വേണമെങ്കിലും ഒരു മറിച്ചൊരു ക്യാമ്പയിൻ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. അങ്ങനെ ഒരു സംവിധാനം അവർക്കുള്ളതാണ്. എന്നാൽ ഉമാ തോമസ് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകുമെന്നും അവർ തന്നെ വീണ്ടും മത്സരിക്കുമെന്നും അവരുടെ പക്ഷത്തുള്ളവർ, അവരോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ അഭ്യുതകാംക്ഷികൾ പറയുന്നുണ്ട്. എന്നാൽ മറിച്ച് UDF ആണ് ഭരണത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ കുറെ കൂടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിച്ച ശേഷം PT തോമസിന്റെ വിധവ എന്ന രീതിയിൽ അവർക്ക് മന്ത്രിക്ക് തുല്യമായ മറ്റൊരു പദവി പാർട്ടിക്ക് കൊടുക്കാൻ കഴിയുമെന്നും അങ്ങനെ ഒരു ശ്രമം പാർട്ടി ചിലപ്പോൾ നടത്തിയേക്കും എന്ന വാർത്തകളുമാണ് കേൾക്കുന്നത്. ഏതായാലും ഉമാ തോമസിനെ തന്നെ മത്സരിപ്പിക്കണോ വേണ്ടയോ എന്ന ഒരു ചെറിയ ആശങ്ക കോൺഗ്രസിനകത്ത് ഉണ്ട്. അത് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ആണ് താനും.